ചില കോർപ്പറേറ്റ് ലീഡേഴ്സ് ചോദിക്കാറുള്ള ഒരു സംശയമാണ് വാട്ട് ഈസ് ദ ആർ ഒ ഐ ഓഫ് കോർപ്പറേറ്റ് എക്സ്പീരിയൻഷ്യൽ. അപ്പോൾ ഈ കോർപ്പറേറ്റ് എക്സ്പീരിയൻഷ്യലിൻ്റെ ആർ ഒ ഐ എന്തെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് എക്സ്പീരിയൻഷ്യൽ പർപ്പസ്ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ചില മാറ്റങ്ങൾ സംഭവിക്കും. ഇഫ് യു ഗോ ത്രൂ സം എക്സ്പീരിയൻസസ് വി ഗ്രോ ത്രൂ ഇറ്റ്. ഒരു എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളതല്ല, ആ എക്സ്പീരിയൻസിലൂടെ ചില ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട്. അത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഡിസൈൻ ചെയ്തതായിരിക്കും. അത് ടീം ബിൽഡിംഗ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, കൊളാബറേഷൻ ആയിരിക്കാം, ലീഡർഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രോസസ്സ് ഇതുപോലെയുള്ള റിസൾട്ടിലേക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് പാർട്സുകൾ ഉള്ളതുകൊണ്ട് ഒരു വെഹിക്കിൾ ഭംഗിയായിട്ട് ഓടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടയർ, അപ്പോൾ ആ ടയറിൽ കാറ്റുണ്ടെങ്കിൽ മാത്രമാണ് ആ വണ്ടി ഭംഗിയായിട്ട് ഓടുക. അപ്പോൾ ഒരു വെഹിക്കിളിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ മൂവ് ചെയ്യിപ്പിക്കുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനൊക്കെ അതുപോലെയാണ്. അപ്പോൾ ടയറിലേക്ക് കാറ്റ് പോലെ എപ്പോഴും ഓൾവേസ് ദാറ്റ് വോണ്ട് ബി വിസിബിൾ, ബട്ട് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് ട്രെയിനിങ് ആക്ടിവിറ്റി ചെയ്തു എന്നുള്ളതല്ല, ആ ആക്ടിവിറ്റിയിലൂടെ എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആർ ഒ ഐ ആയിട്ട് നോക്കുന്നത്.